എങ്ങനെ നാം അകലും മാലു? അതിനാണോ നാം അടുത്തത്? മഹേഷ് വിങ്ങുകയായിരുന്നു. ചേട്ടാ, ഞാൻ എന്താണ് പറയേണ്ടത്? എന്നെക്കൊണ്ട് ചേട്ടന് എന്ത് പ്രയോജനമാണ്? ഞാൻ എരിഞ്ഞു തീരാറായിക്കൊണ്ടിരിക്കുന്നവളാണ്. എൻ്റെ അസുഖം മാറില്ല. ചേട്ടൻ വേറെ ആരെയെങ്കിലും വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കണം. നിന്നെ ഞാൻ രക്ഷിക്കും. നിന്റെ അസുഖം മാറും. കണ്ടുപിടിക്കാൻ ഇത്ര താമസിച്ചില്ലായിരുന്നെങ്കിൽ ചേട്ടൻ പറഞ്ഞത് നടന്നേനെ. അവളുടെ കണ്ണുകൾ കിമോയുടെ ക്ഷീണത്തിൽ അടഞ്ഞു വന്നു. അവൻ്റെ ഒരു സ്പർശം അവൾ കൊതിച്ചു. ചേട്ടാ, ഞാൻ ആ മാറത്തൊന്ന് ചാഞ്ഞോട്ടെ? അയാൾ അവളെ ചേർത്തു പിടിച്ചു. അവൾക്ക് ഒരു ശക്തി വന്നതുപോലെ ഭയം കുറഞ്ഞു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞ് അവളുടെ നെറ്റിയിലേക്ക് ഇറ്റിറ്റു വീണു. അവൾ പാതി മയക്കത്തിലാണ്. അയാൾ ഓർത്തു മാലുവിനെ കണ്ട ദിവസം. വൈകിട്ട് ഓഫീസ് വിട്ടു വരും വഴി തൻ്റെ വണ്ടി ഒന്ന് ചരിഞ്ഞ് നടന്നു നീങ്ങുന്ന പെൺകുട്ടിയെ ഒന്ന് ഉരഞ്ഞ് തട്ടി അവൾ വീണു. ബോധം പോയി. ഉടനെ ആസ്പത്രിയിൽ എത്തിച്ചു. സാരമില്ലാത്തതിനാൽ പ്രഥമ ശുശ്രൂഷ ചെയ്ത് വിട്ടയച്ചു. വീട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഓരോ വിവരങ്ങൾ അറിയുന്നത്. അമ്മ കിടപ്പിൽ, രണ്ടാനച്ഛനാണ് വീട് ഭരണം. അവളുമായി എന്നും അടിവഴക്ക്. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്ന് അവൾ പിന്നീട് എന്നോട് പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു. പരിചയപ്പെട്ടപ്പോൾ മുതൽ അവളെ സ്നേഹിക്കുകയായിരുന്നു. അവളുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ വീട് കഴിഞ്ഞിരുന്നത്. ആ വരുമാനത്തിൽ നിന്ന് അനാഥാലയത്തിലും സ്കൂളിൽ പാവപ്പെട്ട കുട്ടികളെ പഠിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒക്കെ അവൾ ജാഗ്രത പുലർത്തിയിരുന്നു. ഞാൻ എന്ന മഹേഷ് സഹായിക്കാൻ നോക്കിയിട്ട് അവൾ സ്വീകരിച്ചില്ല. അവൾ പവിത്രമായ ഒരു മനസ്സിന് ഉടമയായിരുന്നു. രണ്ടുപേരും അറിയാതെ പരസ്പരം അടുക്കുകയായിരുന്നു. അപ്പോഴാണ് യാദൃശ്ചികമായി രണ്ടാനച്ഛൻ ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നത്. സുഖമില്ലാത്ത അമ്മയും മകളും മാത്രം. ജോലിക്ക് പോകാനാകാതെ അവൾ വിഷമിക്കുമ്പോൾ എങ്ങനെ കൈവിടും? മഹേഷ് തന്നാലാകുന്നതെല്ലാം ചെയ്യാൻ ഉറച്ചു. വൈകി അറിഞ്ഞ അസുഖം. ഇനിയുള്ള കാലം അവൾക്ക് സ്നേഹം കൊടുക്കുക. ജീവിതത്തിലേക്ക് കൂട്ടാൻ അവൾ സമ്മതിക്കുന്നില്ല. മഹേഷ് മാലുവിൻ്റെ പിന്നാലെ സഹായം ചെയ്ത് കഴിയുന്നത് പലർക്കും ദഹിക്കുന്നില്ല. അപവാദങ്ങളും കുത്തിത്തിരിപ്പുകളും വഴക്കുകളും മഹേഷിൻ്റെ വീട്ടുകാർ തർക്കങ്ങളും മഹേഷിനും മാനസികമായി തളർച്ച ഉണ്ടാക്കുന്നു. മഹേഷിനെ രക്ഷിക്കാനായി മാലു ഒരു കടുംകൈ ചെയ്യാനൊരുങ്ങുമ്പോൾ മഹേഷ് കണ്ടുപിടിച്ചു. അവൾ സ്വരൂപിച്ചു വെച്ചിരുന്ന വിഷ ഗുളിക മഹേഷ് ദൂരെ എറിഞ്ഞു. നമ്മൾ എന്തിനാണ് കണ്ടുമുട്ടിയത് മഹേഷേട്ടാ? അല്പമെങ്കിലും സമാധാനം രണ്ടുപേർക്കും കിട്ടാൻ. മഹേഷ് പറഞ്ഞു. എങ്ങനെ ചേട്ടാ? ചേട്ടൻ്റെ വീട്ടുകാർ വിഷമിക്കുകയല്ലേ? അതൊന്നും സാരമാക്കണ്ട മാലു. ഒരു ദിനം അവൾ ഇറയത്ത് തൂണും ചാരി ഇരിക്കുമ്പോൾ മഹേഷ് എത്തി. ചേട്ടാ, വല്ലാതെ വരുന്നു. ഇനി അധികം പിടിച്ചു നിൽക്കാനാവില്ല. മഹേഷ് താങ്ങി. ലോകത്ത് ചില ബന്ധങ്ങൾ മണ്ണിൽ ചേരും വരെ, ചില ബന്ധങ്ങൾ വില പറയാൻ മാത്രം, ചില സ്വപ്നങ്ങൾ ഉള്ളിൽ ഒതുക്കാൻ മാത്രം. സ്നേഹം എല്ലാം വിട പറയാൻ മാത്രമാണോ കുട്ടി? എൻ്റെ മാലു, നാം അടുത്തത്? അയാൾ മനസ്സിൽ പറയുമ്പോഴേക്കും അവൾ അയാളുടെ മാറിലേക്ക് ചാഞ്ഞു. കണ്ണടഞ്ഞു. എല്ലാം കഴിഞ്ഞു. അയാൾ ഞെട്ടി. മാലു, മാലു. മഹേഷിന് ശബ്ദം പുറത്തു വന്നില്ല.